Harvest 2025, cultivating faith, empowering youth, celebrating life. ഞാൻ വീട്ടിൽ നിന്ന് മാറി നിന്നൊരു ക്യാമ്പ് അറ്റൻഡ് ചെയ്യൊക്കെ ഒരു പുതിയ എക്സ്പീരിയൻസ് എനിക്ക്. അപ്പോൾ ഹാർവസ്റ്റിനെ കുറിച്ച് കേട്ടപ്പോൾ എനിക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പിന്നെ സീനിയേഴ്സും പറഞ്ഞു അതൊരു ലൈഫ് ചേഞ്ചിങ് എക്സ്പീരിയൻസ് ആയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത് ഭയങ്കര ട്രൂ ആണ്. ഇവിടെയുള്ള പ്രോഗ്രാംസ് ആണെങ്കിലും ഓരോ സെഷൻസ് ആണെങ്കിലും പ്രോഗ്രാംസ് ഒക്കെ ഭയങ്കര എൻജോയിങ് ആണ്. ലൈക്ക് നമ്മൾ വിചാരിക്കില്ല, നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ ഒന്നുമല്ല ഇവിടുത്തെ പ്രോഗ്രാംസ്. ഭയങ്കര ഒരു മാജിക്കൽ ഫീൽ ആയിരുന്നു. ഭയങ്കര നമ്മളെ കാമാക്കി. ഇതെന്താകുമെന്നോ ഇതെന്താണെന്നോ ഒന്നും അറിയാണ്ടാണ് കടന്നു വന്നത്. എന്റെ പ്രതീക്ഷകൾക്കപ്പുറം എനിക്ക് ഇവിടെ നിന്ന് ലഭിച്ചത് 1000 നല്ല ഓർമ്മകളാണ്. വന്ന് കയറിയപ്പോൾ നമ്മുടെ മൈൻഡ് ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും ജാതി മത ഭേദമന്യേ ഹേർട്ടിയൻസ് ഒറ്റ പേരിൽ എല്ലാവരും ഒന്നിച്ച് ജയമാല അർപ്പിക്കും. അതൊരു പ്രതീക്ഷണം പോലെ ഒരു വേറിട്ടൊരു അനുഭവം തന്നെയായിരുന്നു. ജീസസ് യൂത്ത് ഫ്രഷേഴ്സിന് വേണ്ടി ഒരു പരിപാടി അവതരിപ്പിക്കണമെന്ന് കേട്ടപ്പോൾ തന്നെ വളരെയധികം എക്സൈറ്റഡ് ആയിരുന്നു. ബിക്കോസ് ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് ഒരു ക്യാമ്പ് അറ്റൻഡ് ചെയ്യുന്നത്. അത് ജീസസ് യൂത്ത് കാരണമാണ്. ഞാൻ വിചാരിച്ചതിനെക്കാട്ടും ഭയങ്കര ഒരു മോട്ടിവേഷൻ ക്ലാസ് ആയിരുന്നു അച്ഛൻ തന്നത്. അജിന ചേച്ചിയുടെ കാര്യം പറഞ്ഞപ്പോഴും ശരിക്കും ഉള്ളിൽ തട്ടി എന്തോ ദൈവത്തിനെ അത്ര ഇഷ്ടപ്പെടാൻ തോന്നിയ ഒരു മൊമെൻ്റ് ആയിരുന്നു അജിന ചേച്ചിയുടെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത്. ഹാർവസ്റ്റ് 2025 റെസിഡൻഷ്യൽ ക്യാമ്പ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മളൊക്കെ വീട്ടിൽ പോവുകയാണ്. അപ്പോൾ ജീസസ് യൂത്ത് നടത്തുന്ന പരിപാടി ആയതുകൊണ്ട് ഞാനൊക്കെ വിചാരിച്ചു ഫുള്ള് പ്രാർത്ഥനയും പരിപാടികളൊക്കെ ആയിരിക്കും. പിന്നെ ആദ്യത്തെ റെസിഡൻഷ്യൽ ക്യാമ്പാണല്ലോ, ഇവിടെ ഒന്ന് വൈബാക്കാൻ വിചാരിച്ചു. പക്ഷേ ഈ ഒരു 3 ദിവസം ഇവിടെ നിന്നപ്പോഴത്തേക്ക് ആ ഒരു പെർസ്പെക്ഷൻ എല്ലാം മാറി. പിന്നെ ലൈഫിനൊരു പുതിയ പെർസ്പെക്റ്റീവിലൊക്കെ നമ്മൾ കാണാൻ വേണ്ടി തുടങ്ങി. സോ സീ യു